കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പ്രതിരോധ മതിൽ തീർത്തു. പെൺമനസ്സുകളിൽ പുഞ്ചിരി നിറയട്ടെ. എന്റെ ശരീരം, എന്റെ ആരോഗ്യം, എന്റെ ഭാവി ഞാൻ സുരക്ഷിതമാക്കും. നമുക്ക് തീരുമാനിക്കാം. 30 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും സ്ക്രീനിങ്ങിന് വിധേയരാകുക. സ്തനാർബുദവും ഗർഭാശയഗള ക്യാൻസറും ഇല്ലെന്ന് ഉറപ്പാക്കുക. ഈ ദിനങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഫെബ്രുവരി 4 മുതൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ക്യാൻസർ അവബോധന ജനകീയ റാലിയും മനുഷ്യമതിലും തീർത്തു. കഞ്ഞിക്കുഴി തുരുത്തിപ്പള്ളി ഫാമിലി ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതിമോൾ ക്യാൻസർ അവബോധന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ നെറ്റ്സി തോമസ്, ഡോക്ടർ ഷാരോൺ കോശി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധാ സുരേഷ്, മിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോബി എം ലീൻ എന്നിവർ സംസാരിച്ചു. JPHN അമ്പിളി വനിതാദിന സന്ദേശം നൽകി. നമ്മൾ വളരെ ചിട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. എല്ലാ വാർഡിലും ADSൻ്റെയും തൊഴിലുറപ്പിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അവർക്കെല്ലാം വേണ്ട ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. ഇവരെല്ലാം പരമാവധി ആൾക്കാരെ സ്ക്രീനിങ് ചെയ്തു. ഇത് വളരെ കൃത്യമായി സർക്കാർ നിരീക്ഷിക്കുന്നൊരു പരിപാടിയാണ്. കളക്ടറടക്കം മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പരിപാടി അവലോകനം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് മാർച്ച് 8 വനിതാ ദിനത്തിൽ ഈ പരിപാടിയുടെ സമാപനം കുറിക്കുകയാണ്. തുടർന്നും സ്ക്രീനിങ് ഉണ്ടാകും. എന്നിരുന്നാലും വളരെ ചിട്ടയായിട്ട് ഈ 1 മാസക്കാലം നടത്തി വന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വനിതാ ദിനത്തിൽ സമാപനം കുറിച്ചുകൊണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ തോറും മനുഷ്യ മതിൽ തീർക്കുക എന്നുള്ളതാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ള നടപടി. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. തുടർന്നും നമ്മുടെ സഹോദരിമാരെ ഈ പ്രവർത്തനത്തിലേക്ക് പങ്കെടുപ്പിക്കണം. സ്ക്രീനിങ് നടത്തുന്നതിന് ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ബോധവൽക്കരണം തുടർന്നും ഉണ്ടാകണം. ഇതിനെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു.